राजा महिमा के साथ बादलों में जलने वाला है। राजा महिमा के साथ बादलों में जलने वाला है। दुख हटा के हरदम रगने जगह बनाने जो चला गया था। दुख हटा के हरदम रगने जगह बनाने जो चला गया था। जगह बनाने जो चला गया था। राजा महिमा के साथ बादलों में जलने वाला है। राजा महिमा के साथ बादलों में जलने वाला है। പ്രൈസ് ദി ലോർഡ്. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു വചനം വായിച്ച് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതിനായി പുറപ്പാട് 32-ൻ്റെ 22-26 വാക്യങ്ങൾ. എക്സോഡസ് ചാപ്റ്റർ 32 വേഴ്സസ് 22-26 അത് വായിക്കുകയാണ്. അതിന് അഹരോൻ പറഞ്ഞത്, യജമാനൻ്റെ കോപം ജ്വലിക്കരുത്. ഈ ജനം ദോഷത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നത് നീ അറിയുന്നുവല്ലോ. ഞങ്ങൾക്ക് മുമ്പായി നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരയണം. ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന പുരുഷനായ മോശയ്ക്ക് എന്ത് ഭവിച്ചുവെന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്നവർ എന്നോട് പറഞ്ഞു. ഞാൻ അവരോട്, പൊന്നുള്ളവർ അത് പറിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞു. അവർ അതെൻ്റെ പക്കൽ തന്നു. ഞാനത് തീയിലിട്ടു. ഈ കാളക്കുട്ടി പുറത്തു വന്നു. അവരുടെ വിരോധികൾക്ക് മുമ്പായി അവർ ഹാസ്യമാകത്തക്കവണ്ണം അഹരോൻ അവരെ അടിച്ചു വിട്ട് കളയാൽ ജനം കെട്ടഴിഞ്ഞവരായെന്ന് കണ്ടിട്ട് മോശ പാളയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട്, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. ഈ വചനങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവം നമ്മളോട് ഇടപെടുവാൻ, നമ്മളോട് വചനത്തിൽ കൂടി നമ്മളെ അനുഗ്രഹിക്കാൻ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ, ഈ വചനങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ജനം തങ്ങളെ വിടുവിച്ചു കൊണ്ടുവന്ന ദൈവത്തെ മറക്കുന്നതായിട്ട് കാണും. ഇസ്രായേൽ മക്കളുടെ നിലവിളി കേട്ടു. മിസ്രയീമർ ഇസ്രായേൽ മക്കളെ ഞെരുക്കുന്നു. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരന്മാർ മുഖേനയുള്ളവരെ നിലവിളിയും ഞാൻ കേട്ടു എന്ന് ദൈവം പറഞ്ഞു. ദൈവം തൻ്റെ മക്കളുടെ നിലവിളി കേട്ട് കഷ്ടത കണ്ടു. ദൈവത്തിന് തൻ്റെ മക്കളെ രക്ഷിച്ചേ മതിയാകുകയുള്ളൂ. അതിനുവേണ്ടി ദൈവം അവരെ ഫറവോൻ്റെ ദുഷ്ടകരങ്ങളിൽ നിന്നും വിടുവിച്ചെടുക്കുവാൻ തൻ്റെ ദാസനായ മോശയെ തിരഞ്ഞെടുത്ത് വേണ്ടുന്ന നിർദ്ദേശം കൊടുത്ത് അയക്കുന്നതായിട്ട് കാണാം. എന്നാൽ മോശ ആദ്യം പല ഒഴികഴിവുകൾ പറഞ്ഞെങ്കിലും ദൈവത്തിൻ്റെ കോപം മോശയുടെ മേൽ ചൊരിയാൻ തുടങ്ങി. മോശ അത് മനസ്സിലാക്കി അനുസരണയോടെ ദൈവത്തിൻ്റെ കയ്യിൽ തൻ്റെ നിയോഗപ്രകാരം ഏൽപ്പിച്ചു കൊടുക്കുന്നു. അതിനായി മോശ പുറപ്പെടുകയാണ്. ദൈവം മോശയോട് പറഞ്ഞത്, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്ന് ഫറവോനോട് പറയുക എന്നാണ്. എന്നാൽ ഇത് കേൾക്കും തോറും ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നവരെ, ദൈവത്തെ തൻ്റെ ജനം തന്നെ ആരാധിക്കണമെന്നുള്ള ആഗ്രഹമാണുള്ളത്. മറ്റാരുടെയും അടിമയാകാൻ മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നതൊന്നും ദൈവത്തിന് ഇഷ്ടമല്ല. എന്നാൽ ഈ ലോകത്തിലെ ദുഷ്ടശക്തികൾ യഹോവയായ ദൈവത്തെ ആരാധിക്കുന്നത് ഇഷ്ടമല്ല. അതിനുവേണ്ടി പല തടസ്സങ്ങൾ കൊണ്ടുവരും. നമ്മൾ ദൈവത്തെ ആത്മാർത്ഥതയോടെ ആരാധിക്കുന്ന കഴിയാത്തത് ദുഷ്ടൻ്റെ കരത്തിൽ പലപ്പോഴും നമ്മൾ അകപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. നാം അത് മനസ്സിലാക്കി നമ്മുടെ ദൈവത്തെ ആരാധിക്കാൻ എപ്പോഴും ഉത്സാഹമുള്ളവരായിരിക്കണം. അതിൽ കൂടെയാണ് നമുക്ക് ദൈവം വിടുതൽ നൽകുന്നത്. ശബ്ബത്ത് ദിവസത്തെ ആചരിക്കുക, അത് കൃത്യമായി പ്രമാണിക്കുക ആണ് ദൈവത്തെ ആരാധിക്കാനുള്ള ഉള്ള ദിവസമാണ്. എന്നാൽ അതിൽ നിന്ന് നമ്മളെ അകറ്റാൻ സാത്താൻ്റെ ശക്തികൾ പല തടസ്സങ്ങൾ, പല രോഗങ്ങളായി മറ്റ് പല രീതിയിലുള്ള പ്രതികൂലങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് അവനിഷ്ടമല്ല. ദൈവജനം അത് മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കാനായി ഉത്സാഹത്തോടെ മുന്നോട്ട് പോകണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ വിടുതൽ കാണുവാൻ ഈ ലോകശക്തികൾ ആഗ്രഹിക്കുന്നില്ല. ദൈവജനം ഇത് മനസ്സിലാക്കുക.
ഇന്നും ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സാത്താൻ അവൻ്റെ പണി ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ വശംവദരാകാതെ ദൈവജനം ഉണരുക, മുന്നോട്ട് പോവുക. ദൈവജനത്തിൻ്റെ ഉത്സാഹം കെട്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം വന്നിരിക്കുന്നു. നാം ഇത് വളരെ ലാഘവത്തോടെ തിരിച്ചറിയേണ്ട സമയമായിരിക്കുന്നു. നമ്മൾ ദൈവകാര്യങ്ങൾ ഉത്സാഹം കാണിക്കാതെ മറ്റു കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഇത് നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നതിന് കാരണമായി തീരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നമ്മൾ തിരിച്ചറിയണം. പുറപ്പാട് 32:1 വായിക്കുമ്പോൾ, എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിക്കുന്നുവെന്ന് കണ്ടപ്പോൾ ജനം അഹരോൻ്റെ അടുക്കൽ വന്നുകൂടി. അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിനൊരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് വിടുവിച്ച മോശയ്ക്ക് എന്ത് ഭവിച്ചുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞു. എന്ത് ദൈവനിന്ദയാണ് അവർ പറഞ്ഞത്! ദൈവത്തോട് നന്ദിയില്ലാതെ, ദൈവം ആരെന്നവർ നല്ലതുപോലെ മനസ്സിലാക്കാതെ അവർ അഹരോനോട് പറയുകയാണ്, ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരികയെന്ന്. എന്നാൽ അവർ ചിന്തിക്കുന്നത്, ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദൈവത്തെ മതി ഞങ്ങളെ നടത്താൻ, ഞങ്ങൾക്ക് മുമ്പോട്ട് പോയാൽ മതി. അതിനുള്ള വഴി അവർ തേടുകയാണ്. അവരെ മിസ്രയീമിൽ നിന്നും വിടുവിച്ച ദൈവത്തെയും ദൈവപുരുഷനായ മോശയെ അവർ മറന്നു. ദൈവപുരുഷനായ മോശ അല്പനേരത്തേക്ക് മാറി നിന്നപ്പോൾ അവർക്ക് ഭയമായി. അവരുടെ മട്ട് മാറി. അവർക്ക് ആരുമില്ലെന്നുള്ളൊരു തോന്നൽ വന്നിട്ട് കാര്യസത്യത്തിലേക്ക് ഏതെങ്കിലും ദൈവത്തെ ആശ്രയിക്കാൻ അവർ തയ്യാറാകുന്നു. ദൈവത്തോടുള്ള നന്ദികേടാണ്. പ്രിയമുള്ളവരെ, ഇപ്പോഴും ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജനം ആത്മശക്തി പ്രാപിച്ച് ദൈവിക പരിജ്ഞാനം പ്രാപിച്ച് മുന്നോട്ട് പോകണം. മോശ പോയി ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും ഇസ്രായേൽ ജനത്തിന് വേണ്ടിയുള്ള കൽപ്പനകൾ ദൈവത്തിൽ നിന്നും വാങ്ങാനാണ് മോശ പോയത്. ജനത്തെ നേരോടെ ദൈവവുമായി നല്ല ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. തൻ്റെ സ്വന്തം ജനമായി അവരെ മുന്നോട്ട് നടത്തണം. അതിനുവേണ്ടി ദൈവം തൻ്റെ സ്വന്തം കൈവിരൽ കൊണ്ട് കൽപ്പനകളെ സാക്ഷ്യപലകർ 2 എഴുതി മോശയുടെ കയ്യിൽ കൊടുക്കുന്നു. അവർ ഇത് മനസ്സിലാക്കാതെ അഹരോനെ നിർബന്ധിക്കുകയാണ്. ഞങ്ങളെ നടത്താൻ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങുന്നു. പുറപ്പാട് 32:1 നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്ന ജനം കണ്ടപ്പോൾ ജനം അഹരോൻ്റെ അടുക്കൽ വന്നുകൂടി. അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന പുരുഷനായ മോശയ്ക്ക് എന്ത് ഭവിച്ചുവെന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അവർ അവിടെ വളരെ പരിഭ്രാന്തരായി കാണുന്നു. അഹരോനോട് അവർ നിർബന്ധിച്ച് ബുദ്ധിമുട്ടിക്കുകയാണ്. അഹരോൻ അവരെ നിർബന്ധിതനാക്കുന്നത് കൊണ്ട് അവിടെ കാണാം. ആക്കുന്നതായി നമുക്ക് അവിടെ കാണാൻ കഴിയും. ജനത്തിൻ്റെ നിർബന്ധത്തിന് വിധേയനായി അഹരോൻ മാറുകയാണ്. പ്രസന്ന പരിഹാരത്തിനായി അവരെ ഇഷ്ടത്തിന് അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാം. അഹരോൻ പറയുകയാണ്, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രിമാരുടെ പൊൻകുണുക്കുകളെ പറിച്ചെടുത്ത് കൊണ്ടുവരുവാൻ അവരോട് പറയുന്നു. അത് അവർ അഹരോൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അത് അഹരോൻ വാങ്ങി കൊത്തുളി കൊണ്ട് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നു. അപ്പോൾ അവർ അതിനെ ദൈവമായി അംഗീകരിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന ദൈവമാകുന്നു എന്ന് പറഞ്ഞ് അഹരോൻ അതിന് മുമ്പായി യാഗപീഠം പണിത് അവർ അധികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ച് ആരാധിക്കാൻ തുടങ്ങി. അവർ ഭക്ഷിച്ച് പാനം ചെയ്ത് സന്തോഷിച്ചു. യഹോവ മോശയോട്, നീ ഇറങ്ങിച്ചെല്ലുക, നിൻ്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു. അവർ തങ്ങളുടെ ദൈവമെന്ന് പറഞ്ഞ് കാളക്കുട്ടിയെ നമസ്കരിച്ച് യാഗം കഴിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ ജ്വലിച്ചു. മോശ ദൈവത്തോട് അപേക്ഷിക്കാൻ തുടങ്ങി, നിൻ്റെ ജനത്തിന് വിരോധമായി നിൻ്റെ കോപം ജ്വലിക്കരുതേ. മോശ അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കാലുകൾ വീണ് അപേക്ഷിക്കുകയാണ്. നിൻ്റെ ഉഗ്രകോപം വിട്ടുതിരിഞ്ഞ് നിൻ്റെ ജനത്തിന് വരുവാനുള്ള ഈ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കണമേ. ദൈവം അവനോട് ചെയ്ത സത്യത്തെക്കുറിച്ച് മോശ ദൈവത്തെ അവിടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ യഹോവ തൻ്റെ ജനത്തിന് പരത്തുമെന്ന് കൽപ്പിച്ച അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. യഹോവ അരുളി ചെയ്ത വചനങ്ങൾ ഒക്കെ അവർ മറന്നു. യഹോവയായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. പുറപ്പാട് 20:4 പറയുന്നു. ഒരു വിഗ്രഹവും ഉണ്ടാകരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമി കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിൻ്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണയുള്ള ദൈവമാകുന്നു. ഇതെല്ലാം കർശനമായി പറഞ്ഞു കൊടുത്ത പ്രമാണങ്ങളാണ്. ഇതെല്ലാം നമ്മൾക്കും അറിയാം. എന്നാൽ പലപ്പോഴും നാം തെറ്റിപ്പോകുന്നു. നാം പ്രതിമയുടെ മുമ്പിലും ഫോട്ടോയുടെ മുമ്പിലും ഒക്കെ ദൈവിക പ്രമാണങ്ങൾ മനസ്സിലാക്കാതെ വണങ്ങുന്നു. ഇത് ദൈവത്തിൻ്റെ ഏറ്റവും കോപമുള്ള കാര്യമാണ്. ഇന്നും ഇതൊക്കെ ദൈവത്തിൻ്റെ ജനമെന്ന് പറയുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. മതാധ്യക്ഷന്മാർ പോലും ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നതായി കാണാം. അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കാതെ, ദൈവിക പ്രമാണങ്ങൾ ശരിയായി മനസ്സിലാക്കി കൊടുക്കാതെ അവർക്ക് കൂട്ടുനിൽക്കുന്നു. ഇതൊക്കെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയാണെന്ന് നാം മനസ്സിലാക്കുക.
ഇവിടെയും അഹരോൻ ഇതാണ് ചെയ്തത്. തന്നെ വിശ്വാസത്തോടെ മോശ ഇസ്രായേലിനെ ഏൽപ്പിച്ചു. അല്പനേരത്തേക്ക് മോശ മാറി നിന്നപ്പോൾ അഹരോൻ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമൊക്കെ മറന്ന് ഇസ്രായേലിനത്തിൻ്റെ ആവശ്യപ്രകാരം കാളക്കുട്ടിയെ ഉണ്ടാക്കി ഇത് നിങ്ങളുടെ ദൈവമാണെന്ന് പറഞ്ഞ് അതിനെ ആരാധിക്കുവാൻ പറഞ്ഞു. പുറപ്പാട് 32:19 വായിക്കുമ്പോൾ അവൻ പാളയത്തിന് സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടു. അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു. ദൈവം തൻ്റെ കയ്യിൽ ഏൽപ്പിച്ച പലകളെ കയ്യിൽ നിന്നും എറിഞ്ഞ് പർവ്വതത്തിൻ്റെ അടിവാരത്ത് വെച്ച് പൊട്ടിച്ചു കളഞ്ഞു. അവർ ഉണ്ടാക്കിയിരുന്ന കാളക്കുട്ടിയെ അവൻ എടുത്ത് തീയിലിട്ട് ചുട്ടുകളഞ്ഞു. അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു എന്നാണ് അവിടെ വായിക്കുന്നത്. അവിടെ മോശ അഹരോനെ ശകാരിക്കുന്നതായി കാണാം. ഈ ജനത്തിന് മേൽ ഈ വലിയ പാപം വരുത്തുവാൻ അവർ നിന്നോട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അഹരോൻ മോശയോട് ക്ഷമ ചോദിക്കുകയാണ്. യജമാനനെ കോപം ജ്വലിക്കരുതേ, അവർ ആഗ്രഹിച്ചതുപോലെ എന്നെ നിർബന്ധിച്ചു, എനിക്കത് ചെയ്യേണ്ടി വന്നു. ഞാൻ അവരുടെ പൊൻകുണുക്കുകൾ പറിച്ചെടുത്ത് തീയിലിട്ടു. അങ്ങനെ കാളക്കുട്ടി പുറത്തു വന്നു. എന്നാൽ ദൈവത്തിന് വിരോധമായി അവരുടെ വിരോധികൾക്ക് മുമ്പായി അവർ ഹാസ്യമാകത്തക്കവണ്ണം അഹരോൻ അവരെ അഴിച്ചുവിടുകയാൽ ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടിട്ട് മോശ പാളയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. ലേവ്യർ അവൻ്റെ അടുക്കലേക്ക് വന്നുകൂടി അവരോട് തൻ്റെ സഹോദരന്മാരെയും സ്നേഹിതനെയും ഒക്കെ കൊന്നുകളവാൻ കൽപ്പിക്കുന്നു. അങ്ങനെ ഏകദേശം 3000 പേർ വീണുവെന്ന് അവിടെ വായിക്കുന്നു. അവരുടെ പാപത്തിന് വേണ്ടി മോശ പ്രായശ്ചിത്തം ചെയ്യുന്നു. അവരുടെ പാപം ക്ഷമിക്കണമെന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. അഹരോനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട എന്തുകൊണ്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. എല്ലാം അറിഞ്ഞിട്ടും അവരെ പാപം ചെയ്യാൻ ദൈവത്തിനെതിരായി തിരിയാൻ കൂട്ടുനിന്നു. ഇത് തൻ്റെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ചെയ്തതാണ് എന്ന് ചിന്തിക്കാൻ നമുക്കത് കഴിയുമോ? ഇസ്രായേൽ ജനത്തിൻ്റെ കയ്യിൽ അഹരോൻ ഒരു കളിപ്പാവയായി മാറുകയാണ്. ഇത് ദൈവത്തോട് ചെയ്ത വലിയ തെറ്റാണ്. നേതൃത്വം കൊടുക്കുന്നവർ തന്നെ അവരെ ശരിയായി വഴി നടത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഇന്നും ആത്മീയ കോളത്തിൽ ഇതൊക്കെ നടക്കുന്നു. ദൈവജനത്തെ നയിക്കാൻ, ദൈവജനത്തെ ഭരിക്കാൻ, ദൈവജനത്തെ പരിപാലിക്കാൻ ഏൽപ്പിക്കുന്ന നേതാക്കന്മാർ, സഭാ അധ്യക്ഷന്മാർ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി സ്വയം ദൈവത്തിനെതിരായി തെറ്റ് ചെയ്ത് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജനത്തെ തെറ്റിച്ച് കളയുകയാണ്. പാവം ആടുകളെ നേർവഴിക്ക് കൊണ്ടുപോകാതെ അവരെ പരിപാലിക്കേണ്ടതുപോലെ പരിപാലിക്കാതെ തൻ്റെ സ്വന്തം നിലനിൽപ്പിനും സേഫ്റ്റിക്കും സുഖങ്ങൾക്കും വേണ്ടി ആടുകളെ തെറ്റിച്ച് കളയുന്ന ഇടയന്മാരായിത്തീരുന്നു. ഇതിൻ്റെ കണക്ക് ദൈവത്തിന് ഏൽപ്പിക്കേണ്ടത് ഇടയന്മാരാണ്. തൻ്റെ ആടുകൾക്ക് എന്ത് സംഭവിച്ചാലും കണക്ക് ബോധിപ്പിക്കേണ്ട ഇടയന്മാർക്കാണ് ഉത്തരവാദിത്വം. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസിക്ക് ഒരു പനി വന്നാൽ പോലും രോഗിയായി മാറിയാലും കണക്ക് ചോദിക്കുന്ന വിശ്വാസിയോടല്ല, ഇടയന്മാരായ അധ്യക്ഷന്മാരോടാണ്. ഒരു വിശ്വാസി സഭയിൽ വരാതിരുന്നാൽ, അവൻ വിട്ടുപോയാൽ, അവൻ ആത്മീയ ജീവിതത്തിൽ തകർന്നു പോയാൽ, അവൻ എന്ത് സംഭവിച്ചാലും ദൈവത്തിന് കണക്ക് ഏൽപ്പിക്കേണ്ടത് ആത്മീയ നേതൃത്വമാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അവർ സ്വന്തം നിലനിൽപ്പിനും കസേരയ്ക്കും അധ്യക്ഷനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി ദൈവജനത്തെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. പലയിടങ്ങളിലും സഭ തകർന്നു പോകുന്നതിനും സഭയിൽ നിന്ന് ആത്മാക്കൾ വരാതിരിക്കുന്നതും ഒക്കെ കാരണം സഭാ നേതൃത്വമാണ്. കാരണം സഭാ കമ്മിറ്റിക്കാരുടെ കൈകളിൽ ചിലപ്പോൾ ഇവർ കുടുങ്ങിപ്പോയിട്ട് അവരുടെ താളത്തിനൊത്ത് നിൽക്കുമ്പോൾ സഭ വളർച്ചയില്ലാതെ മുരടിച്ചു പോകും. തനിക്ക് എന്ത് നേരിടേണ്ടി വന്നാലും ദൈവിക നീതിക്കും ന്യായത്തിനും ദൈവവചനങ്ങൾക്ക് കീഴ്പ്പെട്ട് തന്നെ ഏൽപ്പിച്ച ദൗത്യം ജനത്തെ അതനുസരിച്ച് നയിക്കാൻ തയ്യാറാകണം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ സഭയിൽ വെളിപ്പെടുകയുള്ളൂ. സഭകളിലും ദുരുപദേശങ്ങളൊക്കെ കടന്നുകൂടിയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാതെ അപ്പോസ്തലിക ഉപദേശങ്ങൾ കൂടാതെ യേശു കർത്താവോ ശിഷ്യന്മാരോ പറയാത്ത പല ഉപദേശങ്ങളും പുതിയ നിയമസഭകളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് സഭ ആത്മീയ വളർച്ചയില്ലാതെ മുരടിച്ചു പോകുന്നത്. ഞാൻ എന്ന ഭാവം സഭാ നേതൃത്വത്തിനുണ്ടായിട്ട് സഭയിലുള്ള മറ്റ് ആർക്കും പ്രോത്സാഹനം കൊടുക്കാതെ ദൈവത്തിൻ്റെ ആത്മാവുള്ള അഭിഷിക്തന്മാരെ തളർത്തുകയും തകർക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലാവരും ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണ് ഇത്, ദൈവത്തിൻ്റെ കൂട്ടായ്മ എന്ന് പറയുന്നത്. ഇത് ഒരു വൺ മാൻ ഷോ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോസ്തലന്മാർ, സഭയിലുള്ളത് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകർ, ഇടയന്മാർ, ഉപദേശകർ, ഇത്രയും ചേർന്നതാണ് പുതിയ നിയമസഭ. അത് മനസ്സിലാക്കാതെ ഞാൻ തന്നെ പ്രാർത്ഥിക്കും, ഞാൻ തന്നെ പ്രസംഗിക്കും, ഞാൻ തന്നെ എല്ലാ ശുശ്രൂഷയും ചെയ്താൽ മതി എന്നുള്ള നിഗളഭാവം അവരിൽ ഉണ്ടാകുന്നു. ദൈവം ആചരിക്കുന്ന രീതിയിൽ ദൈവസഭ വളരുന്നില്ല. ഇതൊക്കെ കാരണം പലരും സഭ വിട്ടു പോകാൻ തയ്യാറാകുന്നു. ആടുകൾക്ക് വേണ്ടുന്ന ഭക്ഷണവും
പരിപാലനം ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണ്. യിരെമ്യാവിൻ്റെ 23:1 നമ്മൾ വായിക്കുമ്പോൾ, യിരെമ്യാവ് 23:1 വായിക്കുമ്പോൾ, എൻ്റെ മേച്ചൽപ്പുറത്ത് ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടമെന്ന് യഹോവയുടെ അരുളപ്പാട് എന്നവിടെ വായിക്കുന്നു. ഈ വചനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ തെറ്റിച്ച് കളയുന്ന ദുരുപദേശങ്ങൾക്ക് വഴിപ്പെടാതെ, ദൈവകോപത്തിന് ഇരയാകാതെ, സത്യവചനങ്ങളെ മുറുകെ പിടിച്ച് ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകണം. ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അന്ത്യകാലഘട്ടത്തിൽ വൃതന്മാരെ പോലും തെറ്റിക്കാൻ പിശാച് അവൻ്റെ സർവ്വ ആയുധങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. തെറ്റിപ്പോകാതെ വളരെ സൂക്ഷ്മയോടെ മുന്നോട്ട് പോയാൽ ദൈവം നമ്മൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ നമുക്ക് കഴിയും. അതിനായി നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്.